നമസ്കാരം. KSRTC ഡ്രൈവർ യദുവിൻ്റെ നമ്മുടെ മേയറും പഴയ മേയറും പഴയ MLA സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനും കൂടി വഴി തടഞ്ഞിട്ടിട്ട് അവസാനം പ്രതിസ്ഥാനത്തായി ജോലി തെറിച്ച യദുവിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ യദുവിനെ ഇപ്പോഴും ഈ സർക്കാർ വിടാതെ പിന്തുടരുന്നുണ്ട്. അയാൾ പോകുന്ന മേഖലയെല്ലാം തടഞ്ഞ് ഫൈനടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ ഏതെങ്കിലും ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിനെ പാർട്ടിക്കാരെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഏതൊക്കെ വിധത്തിൽ അയാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുതരം പക വീട്ടുന്നത് പോലെ. സത്യത്തിൽ ഇത്ര ഒരു പക വീട്ടാൻ തക്കവണ്ണം ശക്തനാണോ യദു? യദുവിനെ ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് ശല്യപ്പെടുന്നത് എന്തിനാണ്? ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ യദു എന്നൊരു സാധാരണക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നു, അയാളെ ശല്യപ്പെടുത്തുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നത് വെറും ഒരു ആരോപണം മാത്രമാണ്, ഒരു കഴമ്പില്ലാത്തതാണ് എന്ന് തോന്നും. സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ യദുവിനെ ഈ വിധത്തിൽ പിന്തുടർന്ന് ആക്രമിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട് എന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാം. കാരണം യദുവിൻ്റെ ആ വിഷയമുണ്ടായ സമയം മുതൽ ഏകദേശം ആ വിഷയം കോടതിയിൽ എത്തുന്നത് വരെയുള്ള സമയം യദുവിന് വേണ്ടി നിരന്തരം ശബ്ദിക്കുകയും കേരളമെമ്പാടും സമരങ്ങൾ നടത്തുകയും എല്ലാ ജില്ലകളും സമരങ്ങൾ നടത്തുകയും അതൊരു കോർഡിനേഷൻ നടത്തുകയൊക്കെ ചെയ്ത ഒരാളെന്ന നിലയിൽ ഒരുപാട് സഹായങ്ങൾ യദുവിന് ലഭിക്കാൻ വേണ്ടി കാരണക്കാരനായ ഒരാളെന്ന നിലയിൽ, അതായത് അന്ന് ഞാനായിരുന്നു കൈകാര്യം ചെയ്യുന്നിരുന്നത്. മീഡിയകളൊക്കെ എൻ്റെ വാർത്ത, എൻ്റെ നിലപാടുകളായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ആ കാലത്ത് ഞാനത് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. മീഡിയകൾക്ക് പറ്റിയ അബദ്ധമൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് യദു എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 10-18 മണിക്കൂർ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചു വരുന്ന യദു തിരുവനന്തപുരത്തെത്തിയപ്പോൾ വണ്ടി ഒതുക്കി വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത് എത്രയും പെട്ടെന്ന് ഒന്ന് ഒതുക്കണമെന്ന് കരുതിയിട്ട് ഡ്യൂട്ടി അവസാനിപ്പിക്കേണ്ടി പോകുന്ന സമയത്താണ് അന്നത്തെ മേയർക്കും ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവനും കുരുപൊട്ടിയത്. ഇവർക്ക് രണ്ടുപേർക്കും കുരുപൊട്ടിയിട്ട് കാരണം അവരുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പോയി, പിന്നെ അവരുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല, ഇങ്ങനെ പല പല പരാതികളാണ്. ഇന്നെ നുള്ളി ഇന്നെ പിച്ചി എന്ന് പറയുന്നത് പോലെയുള്ള പരാതികൾ. അവരുടെ പദവി പോലും എന്താണ്, അവരൊക്കെ ജനപ്രതിനിധികളാണ് എന്ന് പോലും മറന്നുകൊണ്ട് അവർ പെരുമാറിയതിന്റെ ഫലമായിട്ട് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് യദുവാണ്. യദുവിന്റെ പണി തെറിച്ചു. യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാട്ടിൽ മുഴുവൻ ഒരു മോശം കഥാപാത്രമായി മാറി. ഈ സമയത്താണ് എൻ്റെ ഇടപെടലിൽ യദു എന്ന ചെറുപ്പക്കാരന് നീതി ലഭിക്കണം, അതിന് ഏതറ്റം വരെ പോകാനും ഡിഫറെന്റ് ആംഗിൾസും സാബു കൊട്ടോട്ടി എന്ന് പറയുന്ന ഞാനും നിൽക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് യദുവിന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ 14 ജില്ലകളിലും പ്രതിനിധികളുണ്ടായി. അവരൊക്കെ പ്ലക്കാർഡുകളുമായി പൊതുനിരത്തിലേക്ക് ഇറങ്ങി യദുവിന് നീതി ലഭിക്കണം എന്ന്. എറണാകുളത്തുള്ള കുര്യൻ എന്ന ഒരു വയോവൃദ്ധൻ, അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത്. എന്നെ ഇതുമായി ആദ്യമായി ബന്ധപ്പെടുന്നത് കുര്യൻ സാറാണ്. ഇന്നും എൻ്റെ നല്ലൊരു സുഹൃത്താണ് ഈ കുര്യൻ. അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ആ സമരം പിന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു. അത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, അത് രഹസ്യമാണ്. പിണറായി സർക്കാരിനെ വളരെ അധികം പ്രയാസപ്പെടുത്തിയ ആ സമരമുറ അതിവിടെ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഭാഗം മറച്ചു വെക്കുകയാണ്. അതൊരു ടെക്നിക്കാണ്, ഒരു സൂത്രത്തിൽ ചെയ്തിട്ടുള്ള ഒരു പണിയാണ്. ആ പണി കൊണ്ടാണ് സച്ചിൻ ദേവിന് മന്ത്രിസ്ഥാനം കിട്ടാതെ പോയത്. കേളു ആ മന്ത്രിസ്ഥാനം കൊണ്ടുപോയത്. ഇപ്പോ മേയർ ആര്യ രാജേന്ദ്രൻ, പഴയ മേയർക്ക് ആരുമല്ലാത്തൊരവസ്ഥ എത്തിയത്. സർവോപരി തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കയ്യിലേക്ക് പോയത്. BJPക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തിയൊന്നുമല്ല, പക്ഷെ അതങ്ങനെ അവസാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലായില്ലേ? ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വിഷയമായി അത് മാറുകയായിരുന്നു. ഇതിന്റെ തുടക്കം എറണാകുളത്ത് കുര്യൻ സാർ ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിന്നതാണ്. പിന്നെ പാലക്കാട്, ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം, അവിടെ ഭാഗത്ത്, കാസർഗോഡ്, കണ്ണൂർ മുതൽ ഇങ്ങോട്ട് അവസാനം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറച്ചുപേർ നിരന്ന് നിന്നുകൊണ്ട് പ്ലക്കാർഡ് പിടിക്കുമ്പോൾ അത് കേരളത്തിൽ ഒരു ചരിത്രം കുറിച്ചൊരു സംഭവമായിരുന്നു. കാരണം ഒരു ചെറുപ്പക്കാരന് വേണ്ടി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രായഭേദമന്യേ, പുരുഷ സ്ത്രീ ഭേദമന്യേ ആൾക്കാർ വരുന്നു, പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു. വലിയ മുദ്രാവാക്യങ്ങളില്ല, അത്തരത്തിലുള്ള യാതൊന്നുമില്ല. ഇല്ലാതെ തന്നെ ആ പ്രതിഷേധം ഫലം കാണുന്നു, മീഡിയകളെല്ലാം കവർ ചെയ്യുന്നു. ഓരോ ദിവസവും കൃത്യമായി ഓരോ സ്ഥലത്ത് സമരം നടക്കുമ്പോൾ വാർത്ത ചെയ്യപ്പെടേണ്ടി വരുന്നു. അതായത് യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നു. തങ്ങൾക്കത് രാഷ്ട്രീയമായി
ദോഷം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ CPM മീഡിയകൾക്ക് അത് മറച്ചുവെക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടും സോഷ്യൽ മീഡിയയിലൂടെ അത് അതിശക്തം മുന്നോട്ട് വരുന്നു. പിന്നീട് എൻ്റെ 2 വീഡിയോകളിലൂടെ 2 മഹാകള്ളങ്ങൾ ഞാൻ ഇറക്കി വിടുന്നു. അത് യദുവിന് വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. ആ കള്ളം നിരുപദ്രവകാരിയായിട്ടുള്ള കള്ളമാണ്. പക്ഷെ അത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, ചാനലുകൾ 2 ദിവസം അത് വാർത്തയാക്കി, ന്യൂസ് അവറിൽ ചർച്ചയാക്കി, അങ്ങനെ ഒക്കെ ആക്കി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്താണ് മന്ത്രിസ്ഥാനം സച്ചിൻദേവിന് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നുള്ള ചിന്ത വരുന്നത്. പക്ഷേ കേരളമെമ്പാടും നടന്നിട്ടുള്ള മേയർ MLA വിരുദ്ധ വികാരം, ആ വികാരം അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തി. അത് നേരെ ചുരം കയറി വയനാട്ടിലേക്ക് പോയി. അതുമാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ഒരു വിഭാഗം വീട്ടമ്മമാരും അല്ലാത്തവരുമായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സാധാരണക്കാരായ വോട്ടർമാർ, അതായത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വോട്ടർമാരല്ല, ഓരോ പാർട്ടിയിലും ഉറച്ച കേഡർ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾക്ക് അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന വലിയൊരു വിഭാഗം വോട്ടുകളുണ്ട്. ആ വോട്ടുകളാണ് LDF ഗവൺമെന്റായും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ഗവൺമെന്റായും ഇങ്ങനെ മാറ്റിമറിച്ച് കൊണ്ടുവന്നിരുന്നത്. അതിൽ വലിയൊരു ഭാഗം യദുവിന്റെ കൂടെയായി. അത് ആ കാലത്ത് യദുവിന്റെ വാർത്തകൾ വീഡിയോയായി ചെയ്യുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകളും യദുവിന് കൊടുക്കുന്ന സഹായങ്ങളും ഒക്കെ ചിന്തിച്ച് അത് മനസ്സിലാവും. ഈ സഹായം പിന്നീട് കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ ഏത് രീതിയിൽ, പെണ്ണ് കേസോ എന്ത് കേസോ ആയിക്കോട്ടെ, അയാളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ കേരളത്തിലെ വലിയൊരു ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇറങ്ങിയത് നമ്മൾ കണ്ടു, ശബ്ദിച്ചത് നമ്മൾ കണ്ടു. അതേ ഒരു ഇടപെടലായിരുന്നു ആദ്യം യദുവിന് വേണ്ടി നടത്തിയിരുന്നത്. ആ ഇടപെടലിൽ ഭയന്നു. അത് നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് സ്വാധീനിച്ചു. പിന്നെ കൃത്യമായി മേയർ രാജേഷിന്റെയും അതുപോലെ BJPയുടെയും ഒക്കെ ആ ഇടപെടൽ കൂടി ആയപ്പോൾ അത് LDFന്റെ കൊട്ടയിൽ നിന്ന് NDAയുടെ കൊട്ടയിലേക്ക് അത് മറിയുകയാണ് ഉണ്ടായത്. അതിന് ഒരു പ്രധാന കാരണം യദു തന്നെയാണ്. യദുവിന്റെ വിഷയമൊക്കെ ജനം മറന്ന് മറ്റു വിഷയങ്ങളൊക്കെ വന്നു എന്നുണ്ടെങ്കിലും ഈ ജനങ്ങളുടെ ആ ഒരു ചിന്താഗതി ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നേമത്തൊക്കെ ഇനി റിസൾട്ട് ഏത് വിധത്തിലാണ് എന്ന് നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. ഏതായാലും യദു എന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെയാണ് CPMന്റെ കണ്ണിലെ കരടാകുന്നത്. CPMന്റെ 2 ജനപ്രതിനിധികൾ ഉണ്ടാക്കി വെച്ച ഒരു കുരുക്ക് പിണറായി സർക്കാരിന് ചെറിയ തലവേദനയൊന്നുമല്ല ഉണ്ടാക്കിയത്. ആദ്യം തന്നെ KB ഗണേഷ് കുമാർ യദുവിനെ സപ്പോർട്ട് ചെയ്ത് കുറെ സംസാരിച്ചു. യദു കുറ്റക്കാരനല്ല എന്ന് അവരുടെ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും അയാളെ ജോലിക്ക് എടുത്തില്ല. ഗണേഷ് കുമാർ പറയുന്നുണ്ട് സ്വന്തമാണ് തീരുമാനം എടുക്കുന്നതെന്ന്. ഒരു തീരുമാനമല്ല. അവിടെ പിണറായി എടുത്ത തീരുമാനത്തിന് ഗണേഷ് കുമാറിന് യെസ് പറയല്ലാതെ മാർഗമില്ല. അല്ലെങ്കിൽ LDFലും ഗണേഷ് കുമാർ ഉണ്ടാവില്ല, UDFലും ഉണ്ടാവില്ല, തികച്ചും അപ്രസക്തനായി പോവും. അപ്പോൾ പിന്നെ നിൽക്കാതെ നിവൃത്തിയില്ല എന്നുള്ള ഗതിയിലേക്ക് വന്നപ്പോൾ അവർ പറയുന്ന അനുസരിച്ചിട്ട് നിന്നു. നിലപാടുകളൊക്കെ അദ്ദേഹത്തിന് മാറ്റേണ്ടി വന്നതാണ്. അത് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. കണ്ടാത് മനസ്സിലാക്കുക, കേട്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. KSRTCന്റെ പാനലിലേക്ക് ജോലിക്കാരെ എടുക്കുന്നതിൽ യദു ഒഴികെയുള്ള ബാക്കിയുള്ളവരെ, യദുവിന് ശേഷവും യദുവിന് മുമ്പുമുള്ളവരെ ഒക്കെ നിയമിച്ചിട്ടുണ്ട്. യദുവിനെ മാറ്റി നിർത്തിയേക്കാണ്. യദു ഇപ്പോ KSRTC ബസ് 6 മണിക്കൂർ തുടർച്ചയായി ഹെഡ്ഫോൺ വെച്ച് സംസാരിച്ചു എന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത് കേട്ടത്. അപ്പോ യദുവിന്റെ കേസിൽ മെമ്മറി കാർഡ് എങ്ങോട്ടാണ് പോയത് എന്ന് യദു പറയുന്നത് പോലെ എവിടെയാണെന്ന് മനസ്സിലായി. ഈ ബസ്സിൽ നിന്ന് നഷ്ടപ്പെട്ട മെമ്മറി കാർഡ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കയ്യിലുണ്ട് എന്ന് വ്യക്തമായി. കാരണം ഹെഡ്ഫോണിലാണ് സംസാരിച്ചത്, തുടർച്ചയായി 6 മണിക്കൂർ സംസാരിച്ചു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ കാണും. ആ ദൃശ്യങ്ങൾ മന്ത്രി കണ്ടതുകൊണ്ടാണ് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. പിന്നെ 1 മണിക്കൂറൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊക്കെ വിശ്വസിക്കാമായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ 6 മണിക്കൂർ ഹെഡ്ഫോൺ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് ഈ റൂട്ടിൽ വണ്ടി ഓടിക്കുന്ന ഏത് മരപ്പൊട്ടനും അറിയാം. അത് മന്ത്രിക്കത് യദുവിനെ ഒന്ന് ശരിയാക്കിയല്ലാതെ നടക്കില്ല. അതായത് യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും സത്യത്തിൽ ഒരു വെടിക്കുള്ള മരുന്ന് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ പൊതുരംഗത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, ഏത് പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാലും അത് പാർട്ടിയെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അയാളെ ഏത് വിധനെയും ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ഒതുക്കേണ്ടത് പാർട്ടി പ്രവർത്തകരുടെ, തങ്ങളുടെ അടിമകളുടെ ആവശ്യമാണ് എന്നതുകൊണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ കുറച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും കുറച്ച് പോലീസുകാരും ഒക്കെ ഉണ്ട്. അതായത് ഡ്രൈവർ സീറ്റിൽ യദുവാണ് എന്നുണ്ടെങ്കിൽ പിടിച്ചു നിർത്തിയിട്ട് ഫൈൻ അടിക്കും. 10, 200, 250, 500 രൂപ അടിച്ചു കൊടുത്താൽ അതും കൊണ്ട് കോടതിയിൽ പോകില്ല എന്ന് കരുതിയിട്ടാണ് അത് ചെയ്യുന്നത്. അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്. ഇവിടെ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്, നീർക്കോല് മതി അത്താഴം മുടക്കാൻ.
അത് CPM-ന്റെ കാര്യത്തിൽ തെളിഞ്ഞതാണ്. സച്ചിൻ ദേവിന്റെ മന്ത്രിസ്ഥാനം പോയി. മേയർ ആര്യ രാജേന്ദ്രൻ എന്ന ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ജനപ്രതിനിധി യദുവിന്റെ കാര്യത്തോടുകൂടി തീരുമാനമായി വീട്ടിലിരിപ്പായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടന്നിട്ട് സദസ്സിൽ പോലും ഇരിക്കാൻ ഇല്ലാതെ പോയി. എല്ലാത്തിലും ഉപരി തിരുവനന്തപുരത്തിന്റെ ഭരണം, തലസ്ഥാന നഗരിയുടെ ഭരണം നഷ്ടപ്പെട്ടു. ഇതൊക്കെ മൂലകാരണം അല്ലെങ്കിൽ കാരണങ്ങളിൽ ഒന്ന് യദുവാണ് എന്നതുകൊണ്ട് CPM-നും മറ്റുള്ളവർക്കും അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെയാണ് യദുവിനെ കൂട്ടാൻ വേണ്ടി ഇപ്പോഴും നടക്കുന്ന ഒരു കാരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. Different angles. Don't forget to subscribe and support this channel.